നടൻ ജയറാമിന്റെ മകനും നടനുമായ കാളിദാസ് ജയറാമിന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂരിൽ വെച്ച് നടന്നത്. കലിംഗരായർ കുടുംബത്തിലെ അംഗവും മോഡലുമായ തരണി കലിംഗരായരാണ് വധു. ഇവർ മോഡലിംഗ് രംഗത്തെ അറിയപ്പെടുന്ന താരവുമാണ്. തൻ്റെ മകൻ്റെ വിവാഹത്തിന് ശേഷം നടൻ ജയറാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുമ്പ് തനിക്ക് കലിംഗരായർ കുടുംബത്തെപ്പറ്റി കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്നത്. ചരിത്രപ്രസിദ്ധരായ കലിംഗരായർ കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം ലഭിച്ചത് പുണ്യമാണെന്നും ജയറാം കൂട്ടിച്ചേർത്തു. അപ്പോഴാണ് പൂത്തുക്കുളി കലിംഗരായർ ഫാമിലി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് എല്ലാവരും പൂത്തുക്കുളി കലിംഗരായർ ഫാമിലിയുടെ ചരിത്രം അന്വേഷിക്കുന്ന തിരക്കിലായി. ഈ അവസരത്തിൽ കലിംഗരായർ കുടുംബത്തിൻ്റെ ചരിത്രം സൂചിപ്പിച്ചു കൊണ്ടുവന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. കുറിപ്പിൽ പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച വംശപാരമ്പര്യം കോയമ്പത്തൂരിൽ നിന്നും 65 കിലോമീറ്റർ അകലെയുള്ള പൂത്തുക്കുളിയിലാണ് കലിംഗരായർ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ഈ രാജവംശം സ്ഥാപിതമായപ്പോൾ അവർ ആദ്യം ഭരിച്ചത് അവരുടെ തലസ്ഥാനമായ കൊങ്ങുനാട്ടിലെ വെള്ളോടെയായിരുന്നു. ഇന്നത്തെ തമിഴ്നാട്ടിലെ 5 ഡിവിഷനുകളിൽ ഒന്നായിരുന്നു കൊങ്ങനാട്. മറ്റ് 4 ചേരനാട്, ചോലനാട്, പാണ്ടിനാട്, തൊണ്ടിനാട് എന്നിവയാണ്. 18-ാം നൂറ്റാണ്ടിലെ അവസാനമായപ്പോൾ ടിപ്പു സുൽത്താനുമായുള്ള യുദ്ധത്തിൽ കലിംഗരായർ കുടുംബത്തിൻ്റെ ആദ്യകാല ചരിത്രവുമായി ബന്ധപ്പെട്ട പഴയ രേഖകളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു. പക്ഷേ കാഡ്ജിൻ ഇലകളിൽ അവരുടെ ഭൂതകാലത്തിൻ്റെ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ 32 ഗ്രാമങ്ങൾ അടങ്ങുന്ന കോയമ്പത്തൂർ മേഖലയിലെ പുണ്ടൂറൈ ഡിവിഷൻ ഒരു ചോള രാജാവ് സതഡൈ കലിംഗന് സമ്മാനിച്ചു. അദ്ദേഹത്തെ പ്രാദേശിക തലവനായി അഭിഷേകം ചെയ്തു. സദന്തായി കലിംഗൻ അങ്ങനെ കലിംഗരായർ രാജവംശം സ്ഥാപിച്ചു. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കും വരെ ഈ പ്രദേശം ഭരിച്ചു. 1948 മദ്രാസ് ബിഗ് എസ്റ്റേറ്റ് അബോലിഷൻ ആക്ട് അനുസരിച്ച് മദ്രാസിലെ ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഊട്ടുകുളി കലിംഗരായരുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭരണം അവസാനിച്ചു. ഫലഭൂയിഷ്ഠമായ ഒന്നായി കൊങ്ങനാട് ഇന്നും നാട്ടുകാരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. തീർച്ചയായും ഇങ്ങനെയും ഒരു ഫാമിലി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനൊപ്പം ഒരു വിലപ്പെട്ട അറിവ് തന്നെയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. അദ്ദേഹം മിമിക്രി വേദിയിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത്. പിന്നീട് പ്രശസ്ത നടിയായ പാർവതിയെ വിവാഹം കഴിച്ചു. അവരുടെ 2 മക്കളാണ് നടൻ കാളിദാസും മാളവികയും. കാളിദാസും മലയാളത്തിലെ തമിഴിലുമായി ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്.